പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മാവേലിക്കര മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക നൽകി. തിങ്കളാഴ്ച രാവിലെ 11:30 ആലപ്പുഴ കളക്ടറേറ്റിലെത്തി ജില്ലാ കളക്ടർ N. പത്മകുമാറിന് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. തിരഞ്ഞെടുപ്പിൽ 100% വിജയപ്രതീക്ഷയാണ് തനിക്കുള്ളതെന്നും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂല സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ തിളക്കമാർന്ന വിജയം ഇത്തവണ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലുണ്ടാവും. ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ തരംഗം തന്നെ ഇപ്പോൾ തന്നെ മാവേലിക്കര നിയമമണ്ഡലത്തിലവിടെയും പ്രകടമാണ്. അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായും ആത്മവിശ്വാസത്തിലാണ്. മറിച്ചൊന്നുള്ള യാതൊന്നും അവിടെ സംഭവിക്കും. RSP വന്നത് വളരെ ഗുണം ചെയ്യും. കാരണം വെച്ചാൽ കുന്നത്തൂർ അസംബ്ലി നിയോജകമണ്ഡലത്തിൽ RSP എത്രയോ വർഷങ്ങളായി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ MLA ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് RSPക്ക് ശക്തമായ ബേസ് കുന്നത്തൂരുണ്ട്. പ്രത്യേകിച്ചും കശുവണ്ടി മേഖലയിൽ RSPയുടെ യൂണിയൻ UTC യൂണിയൻ വളരെ ശക്തമാണ്. മറ്റ് നിയോജകമണ്ഡലങ്ങളൊക്കെ തന്നെ ഉള്ളിടത്തുള്ള RSPക്കാരെല്ലാം വളരെ സ്ട്രോങ് ആണ്. അവരെ മാറ്റാൻ ആർക്കും കഴിയില്ല. അവരുടെ നിലപാടുകളും മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കുന്നത്തൂർ നിയോജകമണ്ഡലത്തിൽ വ്യാപകമായിട്ടും മറ്റു മണ്ഡലങ്ങളിൽ ഭാഗികമായും RSPക്ക് ശക്തമായ സ്വാധീനമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് RSP UDFിലേക്ക് വന്നത് കോൺഗ്രസിന് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞ കൊടിക്കുന്നിൽ സുരേഷ് കുന്നത്തൂർ മണ്ഡലം അടക്കമുള്ള മണ്ഡലങ്ങളിൽ RSPക്ക് ശക്തമായ സ്വാധീനമാണ് ഉള്ളതെന്നും അത് UDFിന് ഗുണം ചെയ്യുമെന്നും അഭിപ്രായപ്പെട്ടു.